ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി ബഡ്ജറ്റ് വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മികച്ച സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നോയ്സിന്റെ കളർഫിറ്റ് പൾസ് ഗോ ബസ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ രണ്ട് ഡിഫറെന്റ് കളർ വേരിയന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ ഒരു ഇൻട്രോഡക്റ്റീവ് ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വാങ്ങുന്ന കുറച്ച് പേർക്ക് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ 1999 വാങ്ങിക്കാനായിട്ട് സാധിക്കും. കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ 2500 പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ MRP വരുന്നത് ഏകദേശം 5000 rupees ആണ്. ബ്ലൂടൂത്ത് കോളിംഗ് അടക്കം വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണിത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ക്വിക്കായിട്ടൊന്ന് കാണാം. ബോക്സിന് പുറത്തായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇതിന്റെ വാച്ചിന്റെ ഒരു ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. 1.69 TFT ടച്ച് സ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പരമാവധി 7 ദിവസം വരെയൊക്കെ ഇതിന്റെ ബാറ്ററി ലൈഫ് കമ്പനി വാഗ്ദാനം നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റ് ലിങ്ക് ആണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മികച്ച ചോയ്സ് ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് കാണാൻ പറ്റും. ഇതിന്റെ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് വെക്കാം. ഒരു യൂസർ ഗൈഡ് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം ഒക്കെ നിങ്ങൾ വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ഇൻഫർമേഷൻ കാണാൻ പറ്റും. ഇത് ഒരു വാറണ്ടി കാർഡാണ്. പിന്നെ നമുക്കിവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത്. ഒലീവ് ഗ്രീൻ എന്ന വേരിയന്റ് ആണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ബോക്സിൽ അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് മാഗ്നറ്റിക് ചാർജറാണ്. ഈ ഒരു കവർ നമ്മളിപ്പോൾ ഇതേപോലെ റിമൂവ് ചെയ്തു. വാച്ച് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ഫീൽ ആണ്. പോളി കാർബണേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെ നമുക്ക് സെൻസർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നോയ്സിന്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ സ്ട്രാപ്പും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എഡ്ജിൽ നമ്മൾ ഇതേപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ഇവിടെ തന്നെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുന്നതിനായിട്ട് വീണ്ടും ഇതേപോലെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് പ്ലേസ് ആയി. ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബട്ടൺ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പവർ ഓൺ ആയി വരികയാണ്. ഓണായി വരുമ്പോൾ തന്നെ നോയ്സിന്റെ നെയിം കാണാം. അതുപോലെ തന്നെ ഒരു QR കോഡ് പോപ്പപ്പ് ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോണിൽ നമ്മൾ ഈ ഒരു ആപ്പ് നോയ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നോയ്സിന്റെ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ പറ്റും പെയർ ന്യൂ ഡിവൈസ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഡിവൈസിനെ ഇതേപോലെ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഈ ഒരു ഡിവൈസിന് ഈ ഒരു വാച്ച് ഇപ്പോൾ ഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ QR കോഡ് സ്കാൻ ചെയ്തും ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവ നമ്മുടെ ഈ ഒരു ഡിവൈസ് ഇതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് യൂസിംഗ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് പെർമിഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. പെയർ പെർമിഷൻ കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും കുറച്ച് പെർമിഷൻസ് ചോദിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെയുള്ള പെർമിഷനാണ്, അതെല്ലാം അലോ ചെയ്യുക. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ പെർമിഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലും ബാക്കി നെയിമും ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇത് പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും വാച്ചിന്റെ ഫേസ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫേസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വാച്ചിന്റെ ആ ഒരു സ്ക്രീൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്. പിന്നെ നമുക്കിതിൽ പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ UI ഇന്റർഫേസ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മൂവ് ആകുന്നുണ്ട്. പിന്നെ ബ്ലഡ് ഓക്സിജൻ കൗണ്ട് ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ നമുക്കിതിൽ ബ്രൈറ്റ്നസ് സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ ബ്രൈറ്റ്നസ്, അതുപോലെ പിന്നെ കുറേ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. റിംഗ് ടോൺ ഡീറ്റെയിൽസ് നമുക്കിതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ് സ്ക്രീൻ ടൈം സെറ്റപ്പ് ചെയ്യാം. പിന്നെ DND ഓപ്ഷൻ ഉണ്ട്. മെനു വ്യൂ ഓപ്ഷന് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഗ്രിഡ് ആക്കാം. പിന്നെ ഓട്ടോ സ്പോർട്സ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്പോർട്സ് ഒക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ആവും. ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, അല്ലെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, അങ്ങനെ. പിന്നെ ഡിവൈസ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. QR കോഡ് ഉണ്ട്. റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പവർ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെറ്റിംഗ്സിൽ വരുന്നത്. പിന്നെ നമുക്കിതിൽ പിന്നെ പവർ സേവിങ് മോഡ് ഇതിൽ കാണാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ ടേൺ ഓൺ ചെയ്യാം. പിന്നെ നമുക്കിതിൽ DND ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ മറ്റൊരു ഓപ്ഷൻ ഡിമ്മിങ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വാച്ചിൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ സൈലൻറ്റ് മോഡ് ആക്കാം. സൈലൻറ്റ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. അത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒലീവ് ഗ്രീൻ വേരിയൻ്റ് ആണ്, അതുപോലെ ജെറ്റ് ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റ് ആണ്. മറ്റ് ഒട്ടനവധി കളറുകളിൽ ഈ ഒരു വാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ താഴെ തന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണിത്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ ഈ ഒരു വാച്ചിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി 7 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഈ ഒരു വാച്ച് വെച്ചുകൊണ്ട് കോൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി മറ്റ് സ്മാർട്ട് വാച്ചസ് ഒക്കെ നമുക്ക് 1 ദിവസമാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇതിലൊരു പരമാവധി 2 ദിവസം വരെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സിംഗിൾ ചിപ്പോട് കൂടിയാണ് ഇത് വരുന്നത്. യൂഷ്വലി ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉള്ള സ്മാർട്ട് വാച്ചസ് എല്ലാം ഡ്യുവൽ ചിപ്പോട് കൂടിയാണ് വരാറുള്ളത്. 2 ചിപ്സ് അടക്കമാണ് വരാറുള്ളത്. പക്ഷേ ഇതിൽ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പ്രകാരം സിംഗിൾ ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബെറ്റർ ആയിട്ടുള്ള എങ്ങനെ നമുക്കൊരു കോൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതിനായിട്ട് ഈ നോയ്സ് ബസ് എന്ന മെനുവിലേക്ക് ചെല്ലുക. അവിടെ ചെന്നാൽ നമുക്ക് കോൺടാക്ട്സ്, അതുപോലെ ഡയൽ പാഡ്, കോൾ ഹിസ്റ്ററി ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ആപ്പിലേക്ക് ചെല്ലുക. ആപ്പിൽ ചെന്ന് നമ്മുടെ മൈ ഡിവൈസ് എന്നുള്ള ബട്ടണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൈ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ ചെല്ലുക. അതിനുശേഷം നിങ്ങൾ താഴെ ഇവിടെ ആഡ് എന്ന് കാണാം. ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏത് നമ്പറാണോ വേണ്ടത് ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഒരു നമ്പർ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു നമ്പറിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് ഡയൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു നമ്പറാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോൾ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ കോൾ കട്ടായി പോയി. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഡയൽ ചെയ്യാം. ഇപ്പോൾ ഡയൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കറാക്കി വെച്ചിട്ടുണ്ട്. ഇത് വോള്യൂം കൺട്രോളാണ്. വോള്യൂം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഹലോ. കേൾക്കുന്നുണ്ടോ? ഞാൻ മറ്റേ സ്മാർട്ട് വാച്ച് എന്നാണ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ച് ഇല്ലേ, അതിന്നാ വിളിക്കുന്നത്. എങ്ങനെ, ക്ലിയർ ഉണ്ടോ? എന്നെ നല്ല ക്ലിയർ ഉണ്ട് എന്നെ. വേറെ ഡിസ്റ്റർബൻസ് ഉണ്ടോ? എങ്ങനെ? അതിന്നാ വിളിക്കുന്നത് എന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് വാച്ചിൻ്റെ ഒരു പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ. കോൾ ചെയ്തപ്പോൾ നല്ല ക്ലിയർ ഉണ്ടെന്നാണ് മറ്റേ എൻ്റെ എന്ന് പറഞ്ഞത്. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോൾ ആയിരുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇത്തരത്തിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നോയ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞ് നമുക്കൊരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. പിന്നെ നമുക്കിതിൽ ക്ലോക്ക്, വർക്കൗട്ട്സ്, പിന്നെ സ്പോർട്സ് റെക്കോർഡ്, മ്യൂസിക്, ഇതെല്ലാം പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ മ്യൂസിക്കിൻ്റെ പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അത് കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിതിൽ വെതർ ഉണ്ട്. പിന്നെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആപ്പ് വഴി ചെയ്യാനായിട്ട്, ഈ ഒരു വാച്ച് വഴി ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാച്ചിൻ്റെ ഭാഗമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നോയ്സിൻ്റെ കളർഫിറ്റ് പൾസ് ഗോബസുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കെട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലുക്കും അതുപോലെ തന്നെ ഫീലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 2000 രൂപ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഹാൻഡിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു മികച്ച വാച്ചാണ് നോയ്സിൻ്റെ ഈ ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോയ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റോർ വഴി ഇൻട്രൊഡക്ടറി ഓഫർ ഇപ്പം നിങ്ങൾക്ക് വെറും 1999 റുപ്പീസിന് ഒപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ
മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.